ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജനുവരി 12 ഞായറാഴ്ച പുലർച്ചെ 12 മണി മുതൽ തങ്ങളുടെ വെബ്സൈറ്റിലെയും സ്മാർട്ട് ആപ്ലിക്കേഷനുകളിലെയും ചില ഓൺലൈൻ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ദുബൈ പോലീസ് അറിയിച്ചു. ഈ തീരുമാനത്തിന്റെ കാരണം ട്രാഫിക് സേവനങ്ങളുടെ സാങ്കേതിക അപ്ഡേറ്റുകൾ നടപ്പിലാക്കുന്നതാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബൈ പോലീസിന്റെ ഔദ്യോഗിക എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവന പ്രകാരം ജനുവരി 12 അത്യാവശ്യമായ ഒരു സാങ്കേതിക പരിഷ്കാരമാണെന്നും പറയുന്നു. അതിനാൽ രാത്രി 12 മണി മുതൽ പുലർച്ചെ 6 മണി വരെ സേവനങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഈ താൽക്കാലിക ഇടവേള ദുബൈ പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങളായ ട്രാഫിക് ഫൈൻ പേയ്മെന്റ്, ലൈസൻസ് പുതുക്കൽ, മറ്റ് ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ പ്രഭാവം ചെലുത്തുമെന്നും അറിയിപ്പിൽ നൽകി. ഉപയോക്താക്കളോട് ഈ തടസ്സത്തിന് മുൻകൂട്ടി തയ്യാറായിരിക്കാനും സേവനങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വൈകാതെ അറിയിപ്പ് ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. തൊഴിൽ സേവന കമ്പനികളെ നിയന്ത്രിക്കുന്നതിനായി റിക്രൂട്ട്മെന്റ് നിയമം സൗദി അറേബ്യ കർശനമാക്കുന്നു. വൻകിട കമ്പനികൾ 1 കോടി റിയാൽ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്നും 10 വർഷത്തെ ലൈസൻസ് നേടുന്നതിന് 10 കോടി റിയാൽ മൂലധനം നിലനിർത്തണമെന്നുമാണ് പുതിയ നിബന്ധന. ഇടത്തരം സ്ഥാപനങ്ങൾ 50 ലക്ഷം റിയാൽ ബാങ്ക് ഗ്യാരണ്ടി നൽകണം. 5 വർഷത്തെ ലൈസൻസിന് 5 കോടി റിയാൽ മൂലധനമുണ്ടായിരിക്കണം. ചെറുകിട റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം റിയാലാണ് ബാങ്ക് ഗ്യാരണ്ടി. ഈ വിഭാഗം സ്ഥാപനങ്ങൾക്ക് 50 ലക്ഷം റിയാൽ മൂലധനമുണ്ടായിരിക്കണം. നിലവിലെ റിക്രൂട്ട്മെന്റ് കമ്പനികൾക്ക് ഈ വിഭാഗങ്ങളിലേക്ക് മാറാൻ 2 വർഷത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. റിക്രൂട്ടിംഗ് കമ്പനികൾ പൂർണ്ണമായും സൗദി പൗരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളായിരിക്കണം. എന്നാൽ കമ്പനി നിയമം അനുസരിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിദേശ നിക്ഷേപകർക്കും ലൈസൻസ് ലഭിക്കും. കമ്പനിയുടെ വലിപ്പം, സ്വഭാവം, പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തിയാകും തീരുമാനം. തൊഴിൽ വിപണിയുടെ ആവശ്യകത, വിസ അപേക്ഷകളുടെ വർധനവ്, പരാതി കരാർ പൂർത്തീകരണത്തിലെ കാലതാമസം എന്നിവ അനുസരിച്ച് ബാങ്ക് ഗ്യാരണ്ടി വർദ്ധിപ്പിച്ചേക്കാം. റിക്രൂട്ട്മെന്റ് ചെലവുകൾ വെളിപ്പെടുത്തണമെന്നും റിക്രൂട്ട് ചെയ്ത തൊഴിലാളികൾ സംസാരിക്കുന്ന ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും പുതിയ നിയമത്തിലുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഗൾഫ് കറൻസികൾ ശക്തി പ്രാപിക്കുന്നു. ഒരു ദിർഹത്തിന് 23.47 രൂപയായി. വിനിമയ നിരക്കിന്റെ ആനുകൂല്യം നിരവധി പ്രവാസികളും സ്വന്തമാക്കുന്നുണ്ട്. ശമ്പളം ലഭിച്ച സമയമായതിനാൽ എക്സ്ചേഞ്ചുകളിലെ തിരക്ക് കൂടി. ഇടപാടിൽ 15% വർധനവുണ്ടായെന്ന് വിവിധ എക്സ്ചേഞ്ച് അധികൃതർ അറിയിച്ചു. എന്നാൽ രാജ്യാന്തര നിരക്ക് പൂർണ്ണമായും ലഭിക്കുന്നതും സേവന നിരക്കില്ലാത്തതുമായ ഓൺലൈൻ ആപ്പ് ഇടപാടുകൾക്കായിരുന്നു തിരക്കുണ്ടായിരുന്നത്. UAEയിൽ ഇന്നലെ വിവിധ ഓൺലൈൻ ആപ്പുകളിൽ ഒരു ദിർഹത്തിന് 23.47 രൂപ ലഭിച്ചു. രാജ്യാന്തര വിനിമയ നിരക്കിൽ തന്നെ അധിക പണച്ചെലവില്ലാതെ അയക്കാമെന്നതാണ് ഓൺലൈൻ ഇടപാടിന് പ്രിയമേറുന്നത്. ഫോണിൽ ഈ സൗകര്യം ഇല്ലാത്തവർ വരെ സുഹൃത്തുക്കൾ വഴി പണം അയക്കുന്നുണ്ട്. അയച്ച ഉടൻ തന്നെ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതും മറ്റൊരു നേട്ടമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനെത്തിയ മലയാളിയെ തന്റെ പേരിൽ കേസുള്ളതിനാൽ അധികൃതർ തിരിച്ചയച്ചു. പോലീസ് സ്റ്റേഷനിലെത്തി കേസ് അന്വേഷിച്ച മലയാളി ഞെട്ടുകയായിരുന്നു. ലഹരിമരുന്നായിരുന്നു പേരിലുള്ള കേസ്. തന്റെ പേരിൽ താനറിയാതെ ആരോ എടുത്ത മൊബൈൽ സിം കാർഡ് ഉപയോഗിച്ച് അജ്ഞാതർ നടത്തിയ ലഹരിമരുന്ന് കച്ചവടമായിരുന്നു. ഒടുവിൽ ജയിലിലുമായി. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയായ ദമാമിൽ ജോലി ചെയ്യുന്ന മലയാളിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ഇദ്ദേഹം അപേക്ഷ നൽകിയത്. എന്നാൽ കേസുള്ളതിനാൽ അപേക്ഷ തള്ളുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴാണ് കേസിന്റെ ഗൗരവം അറിഞ്ഞത്. ഖത്തറിൽ മൂടൽമഞ്ഞ് കനക്കുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. ആഭ്യന്തര മന്ത്രാലയമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞുള്ളപ്പോൾ അമിത വേഗത, ഓവർടേക്കിംഗ്, പാതമാറൽ എന്നിവ ഒഴിവാക്കണം. തിരിയുന്നതിനും ലൈൻ മാറുന്നതിനും മുമ്പ് ലൈറ്റിട്ട് പിറകിൽ വരുന്ന വാഹനത്തിന് സിഗ്നൽ നൽകണം. ദൂരക്കാഴ്ച മെച്ചപ്പെടുത്താൻ മുൻവശത്തെയും റിയർ വിൻഡ്ഷീൽഡ് വൈപ്പറുകളും ഉപയോഗിക്കണം. മുൻപിലൂടെ കടന്നു പോകുന്ന വാഹനവുമായി സുരക്ഷിത അകലം പാലിച്ചിരിക്കണം. റോഡിൽ നിന്നും ശ്രദ്ധ തിരിക്കാതെ വേണം വാഹനം ഓടിക്കാനെന്നും അധികൃതർ അറിയിച്ചു. ഒമാൻ ദേശീയ ദിനം ഇനി മുതൽ നവംബർ 20 ആഘോഷിക്കുമെന്ന് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രഖ്യാപിച്ചു. സ്ഥാനാരോഹണ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1744 മുതൽ ഇമാം സെയ്ദ് അഹമ്മദ് ബിൻ സെയ്ദ് അൽ ബുസൈദിയുടെ കൈകളാൽ ഈ രാജ്യത്തെ സേവിക്കാൻ അൽ ബുസൈദി കുടുംബം നിയോഗിക്കപ്പെട്ട ദിവസമാണിതെന്നും സുൽത്താൻ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 19,418 അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തു. ജനുവരി 2 ജനുവരി 8 ഇടയിലുള്ള കാലയളവിൽ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് സുരക്ഷാ സേന നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അറസ്റ്റുകൾ നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അറസ്റ്റിലായവരിൽ 11,787 പേർ റെസിഡൻസി നിയമലംഘകരും 4,380 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 3,251 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 1,221 അവരിൽ 42% യമൻ പൗരന്മാരും 56% എത്യോപ്യൻ പൗരന്മാരും 2% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 136 പേരെയും അറസ്റ്റ് ചെയ്തു. നിയമലംഘകരെ കടത്തിക്കൊണ്ടുവരികയും അഭയം നൽകുകയും ജോലിയിൽ ഏർപ്പെടുകയും ചെയ്ത 19 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 30,261 പുരുഷന്മാരും 3,315 സ്ത്രീകളും ഉൾപ്പെടെ മൊത്തം 33,576 അനധികൃത താമസക്കാർ നിലവിൽ നിയമ നടപടികൾക്ക് വിധേയരായിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.